ആഭ്യന്തര വിജിലൻസ് കയർ വകുപ്പ് മന്ത്രി. സർ, പോലീസിനെ സംബന്ധിച്ചൊരു വലിയ വിപുലമായ ചർച്ചയോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അധികം സമയമെടുക്കുന്നുമില്ല. സർ, കേരളത്തിലെ പോലീസിനെ ജനകീയ പോലീസാക്കി മാറ്റുക എന്നുള്ളതാണ് സർ ഈ ഗവൺമെൻറ്റിൻ്റെ നയം. പലപ്പോഴും പോലീസിന് നേരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരാറുള്ളത്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടി കേരള പോലീസിനെ ആധുനികവൽക്കരിക്കുന്ന നടപടിക്കാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. മോഡേണൈസേഷന് കേന്ദ്ര ഗവൺമെൻറ് സഹായമുണ്ട്, സംസ്ഥാന ബഡ്ജറ്റിൽ പണമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് കേരള പോലീസിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുക. സർ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോലീസ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല നമ്മൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഉണ്ടാകും, അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അവർ വളരെ ശാസ്ത്രീയമായ നിലയിൽ പോലീസിങ് നടത്തുമ്പോൾ എന്തുകൊണ്ടത് നമ്മുടെ നാട്ടിൽ ചെയ്തുകൂടാ? അപ്പോൾ പോലീസിനെ ആധുനികവൽക്കരിക്കുന്ന സന്ദർഭത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള പോലീസിങ്ങിൻ്റെ മാതൃക പിന്തുടരുന്നതിനെപ്പറ്റി ഗൗരവമായി ഗവൺമെൻറ് ആലോചിക്കും. സാർ, അതുപോലെ തന്നെ ഇപ്പം ഈ ക്രൈമിൻ്റെ രൂപത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുകയാണ്. പഴയ കാലത്തുള്ള ഏതെങ്കിലും കൊലപാതകമോ അടിപിടിയോ ഒക്കെ മാറിയിട്ട് ഇന്ന് വളരെ വ്യാപകമായ തോതിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. സാർ, ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് സൈബർ ഡോം ആരംഭിച്ചത്. കേരളത്തിലാണ് ആദ്യമായി സൈബർ ഡോം ആരംഭിച്ചത്. സൈബർ ഡോമിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ തന്നെ നമ്മൾ നടത്തുന്ന കൊക്കൂൺ ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പങ്കെടുക്കുന്ന ഒന്നാണ്. സാർ, കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ക്രൈം കണ്ടെത്തി അതിനെ നടപടികൾ സ്വീകരിക്കുക. ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ആക്ഷേപിക്കുന്ന നടപടികൾ വ്യാപകമാകുന്നു, കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നു, വർഗീയ സംഘടനകൾക്ക് വഴിതെളിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതെല്ലാവരുടെയും അവകാശമാണ്. പക്ഷേ ആളുകളെ ആക്ഷേപിക്കുക, അപമാനിക്കുക, വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കുക തുടങ്ങിയവയെ നിയന്ത്രിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാർ, ക്രൈം ഇന്നിപ്പം ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ധാരാളം പുതിയ രീതിയിലുള്ള ക്രൈംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിക്കുക, പത്രത്തിൽ പരസ്യം കൊടുക്കുകയും ബോർഡുകൾ വെക്കുകയും സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്യുക. 2-3 മാസം പലിശ കൊടുക്കും, 3-ാമത്തെ മാസം കൊണ്ട് ഇത് പൂട്ടും. കേരളത്തിൽ സർവ്വസാധാരണമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ആളുകളെ കർശനമായി നേരിടാനുള്ള സംവിധാനത്തെപ്പറ്റി കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സാർ. സാർ, അതുപോലെ സർ, കാലാകാലങ്ങൾ വരുന്നൊരു പരാതി, സാധാരണക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ ചില പരാതികൾ ഒരു കാരണവശാലും പോലീസ് അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാറില്ല. എൻ്റെ ചോദ്യം, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരമോ ഇടപെടലുകളോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുക്കുമോ? സാർ, തീർച്ചയായിട്ടും അത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതി സാർ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാം. പോലീസുകാരുടെ കുറ്റമല്ല, അങ്ങേക്കും അറിയാവുന്നതാണ്. പോലീസിൻ്റെ എണ്ണം കുറവാണ്. പെർസെൻറ്റേജ് വെച്ച് നോക്കുക, പോലീസിൻ്റെ എണ്ണം വളരെ കുറവാണ്. കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും കേസ് അന്വേഷണത്തിനും പോലീസിങ്ങിനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഈ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. അപ്പം പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് സുരക്ഷ ജനങ്ങൾക്ക് നൽകാൻ തക്ക നിലയിൽ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. വിൻസെൻ്റ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്റ്റേഷനിൽ വരുന്ന സാർ, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ആരും ഇതുപോലെ പോയി പരാതി കൊടുക്കാറില്ല, FIR ഇടാറില്ല. നമ്മുടെ നാട്ടിൽ എന്ത് ചെറിയ സംഭവം ഉണ്ടെങ്കിൽ ആൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, FIR ഇടും, കേസ് അന്വേഷണം നടക്കും, കേസുകൾ ഡിസ്പോസ് ചെയ്യും. സാർ, നമ്മൾ അതുകൊണ്ട് ഒരു പോലീസുമായി ബന്ധപ്പെട്ട ഇത്തരം പരാതികൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള സംവിധാനത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസ് ഓഡിറ്റ് സാർ, പോലീസ് ഓഡിറ്റ് എന്ന് നടപ്പാക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും
വരുന്ന എത്ര പരാതികളാണ്? ആ പരാതികൾ സമയബന്ധിതമായി ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ? കോടതിയിൽ എത്ര കേസ് കിടക്കും? കോടതിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, സമയബന്ധിതമായ അദാലത്തുകൾ പോലെ നടത്തി കോടതിയിൽ കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന കേസുകൾ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് ഓഡിറ്റ് നടത്തിയാൽ നമുക്ക് ഇത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയും. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ്റെ പണിക്കല്ല ഈ കേടായ വണ്ടികൾ പിടിച്ചെടുത്ത് ഡംപിങ് യാർഡായിട്ട് വിനിയോഗിക്കുകയാണ്. ആളുകൾക്ക് കയറാനും ഇറങ്ങാനും പോലും നിവൃത്തിയില്ല. സാർ അതിലേക്ക് വരാം. അതിലേക്ക് വരാം. അപ്പം പോലീസ് ഓഡിറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഒരു കാലത്ത് നമ്മൾ നടത്താത്ത പണ്ടെങ്ങോ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടെങ്ങോ പോലീസ് ഓഡിറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും എസ്.പിമാരുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയ പോലീസ് ഓഡിറ്റിങ് നടത്തും. അപ്പോൾ ഈ വിൻസെൻ്റ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ സാധിക്കും. അങ്ങിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പോലീസ് സ്റ്റേഷനിൽ ഉള്ള വണ്ടികളെല്ലാം പഴയ വണ്ടികൾ തുരുമ്പ് പിടിച്ചത്, അതോടൊപ്പം തന്നെ ഏറ്റവും അത് പോലീസ് സ്റ്റേഷനിൽ കയറാൻ കഴിയാത്ത നിലയിൽ കെട്ടിക്കിടക്കുകയാണ്. സാർ, കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഞാൻ അവരുടെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയി അവർ ചർച്ച ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു മിനി രത്ന കമ്പനി പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്. അവരുമായി കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇതെല്ലാം മാറ്റുക, കോടതി കേസ് കിടക്കാത്ത മുഴുവൻ വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുക, ഈ തുരുമ്പെടുത്തത് മുഴുവൻ മാറ്റി പോലീസ് സ്റ്റേഷൻ കൂടുതൽ ജനങ്ങൾക്ക് വരാനും പോകാനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കുക എന്ന ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ പല പോലീസ് സ്റ്റേഷനും കയറാൻ പോലും പറ്റത്തില്ല, ഈ വാഹനങ്ങളുടെ തിരക്കും പ്രശ്നം. ചിലയിടത്തൊക്കെ മണ്ണ് ലോറി പിടിച്ചിട്ട് ആ മണ്ണിനകത്ത് ലോറിക്കകത്ത് വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്ര വളരെ മോശമായിട്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കും സാർ. അതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അതോടൊപ്പം തന്നെ സാർ, കാസർഗോഡ് വളരെ വിഷമത്തോടെ ഞാൻ പറഞ്ഞു, 2 പോലീസുകാരുടെ മേൽ വണ്ടി ഇടിച്ച് 2 പേരുടെയും കാല് മുറിച്ചു. 2 ചെറുപ്പക്കാരായ പോലീസ് ഇവിടെ നമ്മുടെ സന്ദീപ് വാര്യർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി DGPയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഒരു സഹായധന രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാസർഗോഡ് സംഭവിച്ച അവരെ മംഗലാപുരത്ത് ട്രീറ്റ് ചെയ്യുകയാണ്. സാർ, അങ്ങ് ഓപ്പറേഷൻ തൂഫാൻ കൂടി നടത്തുന്നതാണല്ലോ. പോലീസ് കേസുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനകത്ത് മാത്രമല്ല റോഡുകൾ അരികിലുമുണ്ട്. പല ഇത്തരം കേന്ദ്രങ്ങളും മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഒരു പ്രധാന ഇടമായി മാറുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം ശ്രദ്ധിക്കും. സാർ, തീർച്ചയായിട്ടും അത് ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന ഈ 2 ചെറുപ്പക്കാരായ പോലീസുകാർ 34 വയസ്സ് താഴെയുള്ളവരാണ്. ഒരാൾ 2 കാലും മുറിച്ചു, ഒരാൾ 1 കാലും മുറിച്ചു. മംഗലാപുരം ആശുപത്രിയിലാണ്. ഞാൻ അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഫോണിൽ സംസാരിച്ചു. സാർ, ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന പോലീസുകാർ, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക നിധി പോലീസിൽ ഉണ്ടാക്കാൻ DGPയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവർ സഹായം കൊടുക്കും. സാർ, കേരളത്തിലെ പോലീസ് പ്രവർത്തിച്ചാൽ പറയും പോലീസ് അതിക്രമം, പ്രവർത്തിച്ചില്ലേ പറയും പോലീസ് നിഷ്കരണം. ബ്ലേഡിലൂടെ പോകുന്ന ഒരു സേനയാണ് സാർ പോലീസ് എന്ന് പറഞ്ഞാൽ. വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് സാർ. ഈ സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളുകൾ, വളരെയേറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് സാർ. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ് പേ കമ്മീഷൻ വന്നപ്പോൾ ഞാൻ എൻ്റെ സബ് കമ്മിറ്റി, ഞാനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ ശമ്പളം ഏറ്റവും നല്ല നിലയിൽ വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ തന്നെ കേരളത്തിലെ പോലീസുകാർക്കാണ് ഏറ്റവും നല്ല ശമ്പളമുള്ളത്, അലവൻസ് ഉള്ളത് സാർ. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം തന്നെ പോലീസിലുള്ള അഴിമതി കുറച്ചുകൊണ്ടുവരിക, കാര്യക്ഷമമാക്കുക, പ്രവർത്തനം കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക എന്നുള്ളതാണ്. ഇവിടെ റിയാസ് ചൂണ്ടിക്കാണിച്ച വിഷയം ശരിയാണ്. പലയിടത്തും റോഡ് വക്കിലൊക്കെ ഈ പഴയ വാഹനങ്ങൾ കിടക്കുകയാണ്. അതെല്ലാം നമ്മൾ പൂൾ ചെയ്യുകയാണ്. അതെല്ലാം എടുത്തിട്ടാണ് ഈ നവരത്ന കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവരെ കൊണ്ട് അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഗവൺമെൻറ് 100 കോടി രൂപ ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇതെല്ലാം തൂക്കി വിറ്റാൽ ഒരു കാര്യമില്ലാതെ അവിടെ കിടക്കുകയാണ്, ഒരു കാര്യമില്ലാതെയാണ്. 100 കോടി രൂപയുടെ വരുമാനം സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ അഭിപ്രായം. അപ്പം അത് മാനിച്ച് നമ്മൾ മുന്നോട്ട് പോകും സാർ. ഓപ്പറേഷൻ തുഫാൻ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ് സാർ. മയക്കുമരുന്നിൽ തകർന്നു പോകുന്ന കുടുംബങ്ങളെ രക്ഷിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് സാർ ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സാർ. നമ്മുടെ നാട്ടിലെ യുവാക്കളെ
വഴിതെറ്റിക്കുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, അങ്ങയിലൂടെ ഈ സഭയുടെ ശ്രദ്ധ ഒരു കാര്യത്തിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സാർ, കാസർഗോഡ് ഒരു ബോർഡ് വെച്ച്, ക്ലീനിങ് കമ്പനി എന്നൊരു ബോർഡ് വെച്ച് ലക്ഷക്കണക്കിന് മിഠായികൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചു സാർ. അത് മിഠായി അല്ല സാർ, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ വിഷമായിരുന്നു സാർ. അത് കേരള പോലീസ് ആ കമ്പനി റെയ്ഡ് ചെയ്തു, മുഴുവൻ മിഠായികളും പിടിച്ചെടുത്തു, അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു സാർ. അവരുടെ പേരിൽ കൂടുതൽ നടപടികൾ എടുക്കാൻ, അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള നിയമപരമായ നടപടികൾ AGയും DGPയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കേരളത്തെ കാർന്നു തിന്നുന്ന ഈ വിഷത്തിന്, ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് സന്തോഷമുണ്ട് സാർ, 25-ാം തീയതി, 26-ാം തീയതി, 27-ാം തീയതിയും കേരളത്തിൽ 140 MLA-മാരും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഈ പരിപാടി പങ്കെടുക്കുകയുണ്ടായി, സഹകരിക്കുകയുണ്ടായി. മലപ്പുറത്ത് DDC മീറ്റിങ്ങിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായി ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് കിട്ടിയ മറുപടി 500ഓളം കേസുകൾ മലപ്പുറത്ത് തന്നെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യൂ എന്നാണ്. ഇതിനു മുമ്പും ഈ കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിലാകമാൻ പോലീസ് മൗനം പാലിച്ചതുകൊണ്ടോ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടോ ഇതൊന്നും കണ്ടെത്താതെ പോയി. എന്നാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തുടർന്നു പോയി ഇതിൻ്റെ ഒരു അവസാനം കുറിക്കുന്ന ഒരു ഘട്ടം വരേക്ക് ഭരണകൂടം ഇതിനെ നയിക്കണം എന്നാണ് ഈ സന്ദർഭം സൂചിപ്പിക്കാൻ. സാർ, തീർച്ചയായിട്ടും ഇതിനിവിടെ പറഞ്ഞ കാര്യം ശരിയാണ് സാർ. നമ്മളിത് ഒരു ദിവസത്തേക്ക് വേണ്ടിയല്ലേ സാർ. നമ്മളെക്കാൾ ബുദ്ധിമാന്മാരും കഴിവുള്ളവരുമാണ് അന്തർദേശീയ മയക്കുമരുന്ന് മാഫിയ. ഇപ്പോൾ അവർ പതുങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ വലിയ വിതരണം നടത്തുന്നില്ല. അവർ ശ്രദ്ധിക്കുകയാണ്. എത്ര ആരംഭശൂരത്വമാണോ, നാളെ രാവിലെ നിർത്തുമോ, അപ്പോൾ വീണ്ടും ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സാർ. എത്ര അപകടകരമായിട്ടാണ് ഈ ആളുകൾ, ഈ മരണത്തിൻ്റെ വ്യാപാരികൾ കേരളത്തിലെ യുവത്വത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും സാർ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടാൽ. ലഹരി പോരാഞ്ഞിട്ട് ഇപ്പോൾ സാറേ, ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് അണലിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നാക്കിൽ കൊത്തിക്കുന്ന പാർലറുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എത്ര എത്ര ഗൗരവതരമായ വിഷയങ്ങളാണ് സാർ. അതുകൊണ്ട് ഈ ലഹരിയുടെ വേരറക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഏതറ്റം വരെയും പോയി കേരളത്തിലെ ജനങ്ങളെ, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു സാർ. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരു 10 കോടി രൂപ വെച്ചിട്ടുണ്ട് സാർ. ഇന്നലെ മിനിഞ്ഞാന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ എല്ലാ DGPമാരുടെയും ഇൻ്റലിജൻസ് ADGPമാരുടെയും ഇന്ത്യയിലുള്ള മുഴുവൻ ബാങ്കുകളെയും വിളിച്ചുകൂട്ടിയിട്ട് അടുത്ത 3 വർഷം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ പദ്ധതിയായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് എല്ലാ വിവരങ്ങളും അവർ ചോദിച്ചു, ഞങ്ങൾ എല്ലാ വിവരങ്ങളും കൊടുത്തു. അപ്പോൾ അവരിതിനു വേണ്ടി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് സഹായകമാകും സാർ. വിജിലൻസ് വകുപ്പിനെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇല്ല, ഇനി ചോദ്യമില്ല. ദയവായിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. മിനിസ്റ്റേഴ്സിന് എല്ലാം കൂടെ വെച്ചിരിക്കുന്ന നിശ്ചിത സമയമുണ്ട്. അതെല്ലാം ചീഫ് മിനിസ്റ്റർ സംസാരിക്കാനിരിക്കുന്നു. ദയവായിട്ട് സർ, ഈ ഗവൺമെൻറ് നല്ല നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു, അഭിനന്ദനാർഹം. അതോടൊപ്പം തന്നെ ഇതിന് വിധേയരായ കുട്ടികൾ, ചെറുപ്പക്കാർ, അവരിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മയക്കുമരുന്നിൽ നിന്ന് അടിമപ്പെട്ടു പോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി കൂടി സർ ഇതിൻ്റെ കൂടെ കൊണ്ടുവരാൻ കഴിയുമോ സർ? സാർ, നേരത്തെ സഭയിൽ ഞാൻ പറഞ്ഞതാണ്, 3 ഘടകമാണ്. 1 തുഫാൻ സ്ട്രൈക്ക്, 2 തുഫാൻ വാരിയർ, 3 തുഫാൻ കെയർ. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് ഞങ്ങളത് ആരംഭിച്ചു. ഇതിൽ പെട്ടുപോയ ആളുകളെ പുനരുദ്ധരിപ്പിക്കുക, ട്രീറ്റ് ചെയ്യുക, അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. 35ഓളം ആശുപത്രികൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് സാർ. ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കാനും കേരളത്തിലെ എല്ലാ പ്രമുഖ ആശുപത്രികളും തയ്യാറായിട്ടുണ്ട്. അവർക്ക് ഞാൻ കത്തെഴുതി, അവരെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇത് പെട്ടുപോയ ആളുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തുകയാണ് സാർ. വിജിലൻസുമായി ബന്ധപ്പെട്ട അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സാർ വിജിലൻസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. സാർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വിജിലൻസ് ഉണ്ട്, ഇൻറ്റേർണൽ വിജിലൻസ്. എൻ്റെ അഭ്യർത്ഥന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ വിജിലൻസിനെ ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സാർ, വിജിലൻസ് മാനുവൽ വളരെ പഴയതാണ്, 1960കളിലെയാണ്. ഈ ഗവൺമെൻറ് ആ വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് സാർ. വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചാൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.
ഇവിടെ വിജിലൻസിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തത്തക്ക നിലയിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുവാനും അത് ഫലപ്രദമാക്കാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ അവരുമായി ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്തു. സാർ, ഈ വിജിലൻസ് കേസ് ഒരിക്കൽ പെട്ടുപോയാൽ 10, 15, 20 ആൾ മരിച്ചു പോയാൽ പോലും വിജിലൻസിൻ്റെ ഫൈനൽ തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതെല്ലാം മാറ്റി സമയബന്ധിതമായി ഇത് തീർക്കാനുള്ള നടപടി അത് ഞങ്ങൾ ഒരു സീറോ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ സീറോ ടോളറൻസ് ഓൺ കറപ്ഷൻ എന്ന തീരുമാനമെടുത്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അത് വെളിപ്പെടുത്താൻ സാധിക്കുകയോ ചെയ്യുകയും ചെയ്യും. സാർ, ഞാൻ കയർ വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. സാർ, കയർ കേരളത്തിലെ ഏറ്റവും പരമ്പരാഗത വ്യവസായത്തിൽപ്പെട്ട ഒന്നാണ്. വളരെ ക്ഷയോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സാർ കയർ, കൈത്തറി, കശുവണ്ടി. ഇതെല്ലാം ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. അത് ഇപ്പോഴും വിദേശ കയറ്റുമതി രംഗത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കയർ. പക്ഷേ സാർ, കയറിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. കയർ തൊഴിലാളികൾക്ക് വേണ്ടത്ര കൂലി കിട്ടുന്നില്ല. പലപ്പോഴും കൂലി മുടങ്ങിപ്പോകുന്നു. കയർ ഫെഡ് എടുക്കുന്ന കയറിന് സംഘങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. കയർ സംഘങ്ങൾ പലതും പ്രവർത്തനക്ഷമമല്ല, കാരണം മൂലധനമില്ല. അതുപോലെ കയർ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് സാർ കയർ. അതിനെ പുനരുദ്ധരിക്കാനുമുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ഇടുന്നുണ്ട്. സാർ, തൊണ്ട് ശേഖരണം. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ചകിരി വന്നില്ലെങ്കിൽ ഇവിടെ കയറില്ല. അപ്പം നമ്മുടെ തൊണ്ടുകൾ വെറുതെ പോവുകയാണ്. സാർ, ചകിരി ചോറ് പിത്താക്കി ഏറ്റവും വിദേശ രാജ്യങ്ങളിൽ പ്രിയമുള്ളതാണ് ഈ പിത്ത്. കയർ ചോറ് പിത്താക്കി കൊടുക്കുന്നത്. കയർ ഭൂവസ്ത്രം ഉണ്ടാക്കി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ സാർ, അതിനുവേണ്ടി ഞങ്ങളുടെ പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. കേരളത്തിലെ നമ്മുടെ ഹരിത കർമ്മ സേനയെ കൊണ്ട് ഞാനത് KM ഷാജിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് തൊണ്ടുകൾ കളക്ട് ചെയ്യുക. 4, 5 അല്ലെങ്കിൽ 10 സൊസൈറ്റികൾ ചേർന്ന് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി അവിടെ തമിഴ്നാട്ടിലെ മെഷീൻ കൊണ്ടുവന്ന് അവിടെ വെച്ച് ചകിരിനാരുണ്ടാക്കുക. അങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് സാർ. പൊതുവെ കയർ മേഖല പ്രശ്നത്തിലാണ്. അത് ഞാൻ വിചാരിച്ചാലോ ഈ ഗവൺമെൻറ് വിചാരിച്ചാലോ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ we will try our level best to improve the situation of kayar. Thank you. Okay, thank you.